ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. സാധാരണ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് റിലേഷൻഷിപ്പാണ്, നിങ്ങളുടെ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ എനർജീസാണ്, അവരുടെ കറൻറ്റ് എനർജീസ്, ഫ്യൂച്ചർ, തേർഡ് പാർട്ടി, റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതങ്ങനെ റിലേഷൻഷിപ്പെന്നോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള യാതൊരു ബൗണ്ടറീസും ഇല്ല. ഏതൊരു വ്യക്തിക്കും ഇത് കേൾക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജീസായിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് കേട്ടതിന് ശേഷം വിട്ട് കളഞ്ഞേക്കുക. ഇനി നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം തീർച്ചയായിട്ടും ഉൾക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആണ്. ആരാണ് നിങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്, എന്താണ് ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. നമ്മൾ പൈൽസ് വെച്ചിട്ട് അങ്ങനെ ഒന്നും ഞാൻ നോക്കുന്നില്ല. പൈൽസ് വെച്ചൊന്നും ഞാൻ നോക്കാത്തത് തന്നെ മനഃപൂർവ്വമാണ്. നമ്മളത് ജനറലായിട്ട് ഒരു കളക്റ്റീവായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, എല്ലാവരുടെയും ലൈഫ് ഒരേപോലെയല്ല, എല്ലാവർക്കും മാറ്റങ്ങളുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പല പല കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം അല്ലെങ്കിൽ എത്ര ശതമാനം നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ട് എന്നതിന് ശേഷം മാത്രം നിങ്ങളിത് വിലയിരുത്തിയാൽ മതി. അപ്പോൾ എല്ലാം റെസണേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ മാത്രം കാണുക. ഇനി നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ എഴുതി എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സ്പ്രെഡ്. ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു പൊതു സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ചില പെക്യുലർ ഫീച്ചേഴ്സൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് നാളുകൾക്ക് മുൻപ് വളരെയധികം ഒരു സോഫ്റ്റായിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആളുകളോട് നോ പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള, എന്താ മറ്റുള്ളവർ കരുതും അങ്ങനെയൊക്കെ ചിന്തിച്ച് പോന്നിരുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരുന്നു നിങ്ങളുടെ ക്യാരക്ടർ. ആൾക്കാരെ വെറുപ്പിക്കുക അല്ലെങ്കിൽ അവരെന്ത് കരുതും എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ സ്വന്തമായിട്ട് പറയാനുള്ള അഭിപ്രായങ്ങൾ പോലും പറയാതെ നിങ്ങൾ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവാം. കാരണം നിങ്ങൾ മറ്റുള്ളവരെ കുറച്ചധികം കെയർ ചെയ്തിരുന്നു. അവരുടെ മുൻപിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സമ്മതിച്ച് പോന്നിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആ പണ്ടുള്ള ആ ഒരു വ്യക്തിയെ അല്ല നിങ്ങളിപ്പോൾ. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സ്ട്രഗിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓരോ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം, ഒരുപാട് നിങ്ങളെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരെ സുഖിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെന്ത് കരുതുമെന്ന് വിചാരിച്ചിരിക്കുന്ന അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ട്. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ഒരു മടിയും ഇല്ല എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടും ഇറങ്ങിത്തിരിക്കാൻ അല്ലെങ്കിൽ അതിൽ നിങ്ങളുടെ ആ ഒരു ഫുൾ എഫേർട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യാതൊരു മടിയില്ലാത്ത തരത്തിലുള്ള വ്യക്തികളാണ്. അതിന് വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനായിട്ട് നിങ്ങൾ റെഡിയാണ്. ഒരു പക്ഷേ മറ്റുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇതെങ്ങനെ ഫേസ് ചെയ്യും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂളായിട്ട് ഫേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് നിങ്ങളുടെ ഒരു ദുഃഖങ്ങളോ അല്ലെങ്കിൽ വിഷമങ്ങളോ ഒന്നും തുറന്ന് പറയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പം നിങ്ങളിങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ധൈര്യപൂർവ്വം ഫേസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ആളുകളുടെ മുമ്പിൽ ചിലപ്പോൾ ഭയങ്കര അഹങ്കാരമുള്ളൊരു വ്യക്തിയാണെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക, ഭയങ്കര തൻ്റെ ഇടമുള്ള ആളാണ്, അല്ല പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ആ ഒരു ഹാർഡ് നട്ട് എന്ന് പറയുന്നത് പോലെ ആ ഒരു രീതിയിലായിരിക്കാം മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എത്ര മുൻപോട്ട് പോയി നിങ്ങളെ മുകളിലേക്ക് നിങ്ങൾ പിടിച്ച് കയറാൻ നോക്കുന്നു, നിങ്ങൾ താഴെ വീഴുന്നു. ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും സഫർ ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ഫീനിക്സ് പക്ഷിയുടെ കാര്യം പറയുന്ന പോലെ ഏത് ചാരത്തിൽ പോയി വീണാലും
അല്ലെങ്കിൽ ചാരമായി തീർന്നാലും അതിൽ നിന്ന് ഉയർത്തെണീക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വല്ലാതെ നിരാശപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത പോലെ പല രീതിയിൽ ചിന്തകളൊക്കെ ഉണ്ടായേക്കാം. എങ്കിലും അതൊന്നും ആരെ അറിയിക്കാതെ വീണ്ടും എല്ലാം ശരിയാവും എന്നുള്ളൊരു പോസിറ്റീവ് തിങ്കിങ്, വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ശുഭപ്രതീക്ഷയുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെ പറയാം. ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു സമയത്ത്, അതായത് നിങ്ങളൊരു സ്കൂൾ സ്റ്റുഡൻറ്റോ കോളേജ് സ്റ്റുഡൻറ്റോ ഒക്കെ ആയിരുന്ന ആ ഒരു സമയത്ത് പോലും നിങ്ങൾക്ക് വല്ലാതെ എഫേർട്ട് എടുക്കണം. വല്ലാതെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ. ഒരു ഉയർന്ന മാർക്ക് മേടിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റുള്ളവർ 50% കൊടുക്കുന്നിടത്ത് നിങ്ങൾക്കൊരു 100% ഇടേണ്ടി വരും എന്നുള്ളതാണ് നിങ്ങളുടേതായിട്ടുള്ള ഒരു എനർജി. പക്ഷെ അതിലൊന്നും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ അതിലൊന്നും തളർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനും അതുവഴി തൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കാനും, അതായത് നിങ്ങളുടെ ഒരു മനസ്സിലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ, അത് നിങ്ങളുടെ ഫാമിലിയിലുള്ളവരാവാം, ഫ്രണ്ട്സ് ആവാം, അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും അവർക്കെപ്പോഴും ഒരു തുണയായിട്ടിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ. അതാണ് നിങ്ങളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്താലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തായിരിക്കാം നിങ്ങൾ ഈ ഒരു പ്രിയപ്പെട്ട ആൾക്കാരെ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോ ആര് തന്നെ ആയിക്കോട്ടെ, ഇവർക്ക് ഇതൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് കുറ്റമായിരിക്കും. അതായത് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം, എന്താ എനിക്ക് ചുറ്റുമുള്ള വ്യക്തികൾ മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് മാത്രം എപ്പോഴും ഈ ഒരു നന്ദികേട് തിരിച്ച് കിട്ടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അതായത് നിങ്ങൾ ചിലപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്തു കൊടുക്കുന്നതായിരിക്കാം, അതിനൊന്നും ആരും നിങ്ങളെ ഒന്ന് എന്താ പറയുക നന്ദി വാക്ക് പറയാറുണ്ടാവില്ല. ഒന്നും ഇല്ലെങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത് മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള അപവാദങ്ങളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് പലപ്പോഴും ഒരു കരിവേപ്പില ആവുന്ന അവസ്ഥയാണ് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാന പ്രതിഫലമായിട്ട് തിരിച്ചു കിട്ടുക. ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം. മറ്റുള്ളവരുടെ ആ ഒരു എന്താ പറയുക നിങ്ങളോടുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ നിങ്ങളെ തരം താഴ്ത്തുക, ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആദ്യം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇപ്പം നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എടുത്ത് പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടോടുകൂടി അല്ലെങ്കിൽ വളരെ മാനസികമായിട്ടുള്ള വേദനയോടുകൂടി അകന്നു പോവേണ്ട സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത്രത്തോളം, നമുക്കവിടെ ആ ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്, അതിൻ്റെ താഴെ തന്നെയാണ് ആ ഒരു ഹാർട്ട് ബ്രേക്ക് വന്നിരിക്കുന്നത്, അതായത് 3 of Swords എനർജി. അത്രമേൽ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ പോലെ കണ്ടിരുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് വളരെ വേർപാടോടുകൂടി, അല്ലെങ്കിൽ അത്രയും മാനസികമായിട്ടുള്ളൊരു വേദന അനുഭവിച്ച് നിങ്ങൾക്ക് വേർപെട്ട് പോയ ഒരു പ്രണയമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നെല്ലാം അതിജീവിച്ച് കരകയറി പോന്നിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്ന, അല്ലെങ്കിൽ അത്രത്തോളം പ്രണയിച്ച ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു തിരിച്ചടി, അതായത് നമ്മൾ പിന്നിൽ നിന്ന് കുത്തുക എന്നൊക്കെ പറയുന്നത് പോലെ ഓർക്കാപ്പുറത്ത് നിങ്ങൾക്ക് പിന്നിൽ നിന്ന് കിട്ടിയ കുത്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു എൻഡിങ്. അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങളെ പെയിൻഫുള്ളാക്കിയ, നമ്മളൊരിക്കലും നമ്മളെ ചതിക്കില്ല, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ എന്നും ഉണ്ടാവും എന്ന് കരുതുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു തിരിച്ചടി നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ പാടെ തകർന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ എത്രത്തോളം ധൈര്യമുണ്ടെങ്കിലും, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ വിൽ പവറുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും, ഈ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളെ പാടെ തകർത്ത് കളഞ്ഞു, അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുക ചവിട്ടി അരയ്ക്കുക എന്നൊക്കെ പറയുന്ന പോലെ അത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ളൊരു പ്രണയമാണിത്. നിങ്ങളിപ്പോൾ ഏകദേശം ഒരു മധ്യവയസ്സ് കാലഘട്ടം, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തോടടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ബാല്യകാലം മുതൽ അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്തും പലരും അനുസരിച്ച് നിങ്ങൾക്ക് കഴിയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഓരോ കാലഘട്ടത്തിലും നിങ്ങൾക്ക് ഓരോരുത്തരിൽ നിന്ന് ഓരോ അനുഭവങ്ങളും, അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടങ്ങൾ പലപ്പോഴും അടിച്ചമർത്തി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കായി പെരുമാറുക, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ അനുസരിച്ച് കഴിയേണ്ടുന്ന ഒരു സ്ഥിതിയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം.
ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടിയ ആ ഒരു സെക്കൻഡ് ഒറാക്കിൾ പോലെയുള്ള ആ ഒരു ഒബ്സ്റ്റിക്കിൾസ് ആൻഡ് ചലഞ്ചസ് ആണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചലഞ്ചുകൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഒരു സ്മൂത്ത്നെസ്, നമ്മൾ ആ സ്മൂത്ത് ഗോയിങ് എന്ന് പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. എവിടെ തിരിഞ്ഞാലും ഒരു തടസ്സങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടാവാം. ചിലപ്പോൾ മുൻപത്തേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ഇപ്പോൾ പ്രണയമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയറോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളോ ഹെൽത്ത് വൈസോ എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഒരു തരം തടസ്സങ്ങൾ, അതായത് ഒന്നിലും ഒരു പൂർണ്ണത ലഭിക്കാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിൽ തൊട്ട് കഴിഞ്ഞാലും അത് വേണ്ട പോലെ പോവാതിരിക്കുക, ആ ഒരു രീതിയിലായിരിക്കണം ഇപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ. ഇനി ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രായം അല്ലെങ്കിൽ വയസ്സ് കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് യങ്ങർ ഏജ് ആണെങ്കിൽ പോലും മാനസികമായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ചിലവർ പ്രായം കൊണ്ട് തന്നെയായിരിക്കാം വളരെയധികം ഒരു ബോൾഡായിട്ടുള്ള അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു പക്വതയുള്ള, ഇനിയിപ്പോൾ പെട്ടെന്ന് ഞാൻ എവിടെയും പോയി വീടില്ല, അല്ലെങ്കിൽ ആളുകളെ മനസ്സിലാക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് അഹങ്കാരമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ തൻ്റേടമായിട്ടുള്ള ആൾക്കാരാണ്, ഒരു ഹാർഡ് നട്ടാണ് എന്നുള്ള രീതിയിലായിരിക്കാം മറ്റുള്ളവരുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആരെയും വിശ്വാസം ഉണ്ടാവില്ല, ഒരാളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഞാൻ പറഞ്ഞതുപോലെ പടിപടിയായിട്ട് ഓരോരോ സ്ട്രഗിൾസിലൂടെയും കടന്നു പോകേണ്ടുന്ന ഒന്നാണ്. അതായത് ഈ ലോകം എന്താണ് അല്ലെങ്കിൽ വ്യക്തികൾ എന്താണ് എന്നുള്ളത് സാധാരണയുള്ള ഒരു മനുഷ്യരെക്കാൾ കൂടുതലായിട്ട് ഓരോ കാര്യങ്ങളും, അതായത് നിങ്ങളുടെ ഒരു പ്രായത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അത്രയും ഒരു എക്സ്പീരിയൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ എന്ത് കാര്യത്തിനെക്കുറിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് ഉണ്ടാവണമെന്ന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ്. ഒരു പക്ഷേ നമുക്കത് നോക്കിക്കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിച്ച് പോരണം എന്നുള്ളത് കൊണ്ടാവാം. ഞാൻ ഒരിക്കൽ ഓൾഡ് സോൾസിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ പല കാര്യങ്ങളും അനുഭവിച്ച് ആ കർമാസ് മുഴുവൻ തീർന്ന് നമ്മളെന്താ പറയുക, അഗ്നിശുദ്ധി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിലേക്ക് ആവണം എന്ന് വിചാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിയോഗമുള്ള വ്യക്തികളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ സാധാരണ എല്ലാ മനുഷ്യന്മാരെ സംബന്ധിച്ച് ഇവിടുത്തെ ഭൂമിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസും നമ്മൾ കാണുന്നതെല്ലാം ഒരു 3D പിക്ചർ അല്ലെങ്കിൽ 3 ഡയമെൻഷൻ ആ ഒരു രീതിയിലാണ് നമ്മളെല്ലാം കാണുന്നത്. അപ്പോൾ അതല്ലാതെ തന്നെ മറ്റൊരു തലം ഇവിടെയുണ്ട്. പക്ഷെ അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു കഴിവ്, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം അറിയാമെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ അതിലേക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 80% ആൾക്കാരുടെയും ഒരു ധാരണ നമ്മളെല്ലാം കോൺകർ ചെയ്ത് കഴിഞ്ഞു, നമ്മളെക്കൊണ്ട് അസാധ്യമായ ഒന്നുമില്ല, നമ്മൾ കാണുന്നതാണ് ഈ ലോകം എന്നുള്ളൊരു ധാരണയിലാണ് പലപ്പോഴും നമ്മൾ നമ്മൾ സംസാരിക്കുക, നമ്മളുടെ ഒരു വീക്ഷണം, അല്ലാന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു രീതിയും അങ്ങനെയാണ്. പക്ഷെ അതല്ലാതെ നമുക്ക് അറിയുന്നത് എത്രയോ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓരോ പർപ്പസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മറ്റുള്ള വ്യക്തികളെക്കാൾ ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇവരെക്കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ നിങ്ങളുടെ എനർജി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു കവചം, അല്ലാന്നുണ്ടെങ്കിൽ എന്തിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾക്കൊരു തലോടലുണ്ട്, ഒരു ബ്ലെസ്സിങ് ഉണ്ട്, ഒരു ഡിവൈൻ ബ്ലെസ്സിങ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു സ്പിരിറ്റ് ഗൈഡിൻ്റെ ബ്ലെസ്സിങ്. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഒരു നമുക്കറിയാത്ത ഒരു ശക്തിയുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. നിങ്ങൾ ഈ വക എല്ലാ കാര്യങ്ങളിലൂടെ അനുഭവിച്ച് പോരുമ്പോഴും അത് നിങ്ങളെ നിലനിർത്തി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് കുറേയധികം വിഭിന്നമായിട്ടായിരിക്കാം നിങ്ങളുടെ ഒരു ലൈഫ് കടന്നു പോവുക. കാരണം ഇവിടെയുള്ള ഇതിൽ വന്നിരിക്കുന്ന പേഴ്സൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഏത് പ്രായത്തിലുള്ളവരാണ് ഇത് കാണുന്നതെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്തായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. അതായത് ഇപ്പോൾ യൂഷ്വലി എങ്ങനെയാണ് നമ്മൾ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുക, ഒരു പ്രായത്തുമ്പോൾ വിവാഹം കഴിക്കുക, അതിൽ നമ്മൾ കുട്ടികളുണ്ടാവുക, പിന്നെ അവർക്ക് വേണ്ടി അങ്ങ് ജീവിക്കുക, പിന്നെ മാക്സിമം എല്ലാവരുടെയും സ്വപ്നം ഒരു വീട് വയ്ക്കുക, പിന്നെ അവരുടെ കല്യാണം. ഈ ഒരു പ്രോസസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന പേഴ്സൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഏത് ഏജിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിനി അടുത്തൊരു വഴി എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമായിരിക്കാം. ഈ ഒരു പാറ്റേണിലൂടെ ആയിരിക്കില്ല. കാര്യം ഈ പറഞ്ഞ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ മക്കളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ പോലും
അറിയാത്ത ഒരു തലങ്ങളിലേക്ക് പലപ്പോഴും ഇത് ഡൈവേർട്ട് ചെയ്ത് പോകുന്നു. പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല ഇൻസിഡൻസ്, പല വ്യക്തികൾ, അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ പഠിക്കുന്നൊരു കാര്യങ്ങൾ ഒക്കെ എന്താ പറയുന്നത്, ഒരു സാധാരണ ഒരു ലൈഫ് പാറ്റേണിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് വളരെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നേരത്തെ എപ്പോഴെങ്കിലും കിട്ടേണ്ടുന്ന ഒരു കാര്യം ചിലപ്പോൾ ഒരു 40-ലോ 50-ലോ ആയിരിക്കാം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അപ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ വിചാരിക്കും, അയ്യോ ഈ പ്രായത്തിലോ എന്ന് ചിന്തിക്കുന്നൊരു പ്രായത്തിൽ നിങ്ങൾ ചിലപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ജോലിയിലേക്ക് കടന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആ ഒരു ഏജിൽ നിങ്ങൾക്കൊരു പ്രണയം വന്നിരിക്കാം. അപ്പോൾ അതായത് കുറച്ചങ്ങോട്ട് മറ്റുള്ളവരെ പോലെയല്ല, കുറച്ച് വ്യത്യസ്തമാണ് നിങ്ങളുടെ ഒരു ശൈലി എന്നുള്ളത് പറയാം. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺസിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ പരുവപ്പെട്ട് വരേണ്ടവരാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രായം കൂടുന്തോറും അല്ലെങ്കിൽ ആ ഒരു ഏജിലേക്ക് പോകുന്തോറും, അത് ഓരോരുത്തരുടെയും ഒരു കർമ്മ അനുസരിച്ചിരിക്കും, അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുക. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ ആ ഒരു ഇതിലേക്കാണ് നിങ്ങളുടെ, ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പ്രായത്തിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടിയെന്ന് വരില്ല. നമുക്ക് ഓരോ പ്രായത്തിലും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. ആ ഒരു സമയത്തൊക്കെ അത് കിട്ടാതെ എല്ലാം വളരെ ഡിലേ ആയിട്ട് വൈകി നമ്മളതൊക്കെ മറന്നു തുടങ്ങുമ്പോൾ കിട്ടുന്നവരായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അതായത് നിങ്ങളുടെ ആ ഒരു പല കാര്യങ്ങളും, നിങ്ങൾക്ക് കിട്ടാത്ത അംഗീകാരങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ കൈകളിൽ നിന്ന് വഴുതിപ്പോയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും അംബീഷൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് നടക്കാനായിട്ടുള്ള സാധ്യത അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ കുറച്ച് ഒരു മധ്യവയസ്സിന് ശേഷമാണ് എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ പലരും പറയും, ഈ ഒരു പ്രായത്തിൽ എനിക്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്, കിട്ടേണ്ടതൊക്കെ നല്ല പ്രായത്തിൽ കിട്ടണ്ടേ എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മം ഉണ്ടായിരിക്കാം, ഏത് രീതിയിലാണ് എന്നുണ്ടെങ്കിലും ആ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓൾഡ് സോൾ റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൺസിൻ്റെ എനർജി. അപ്പോൾ ഓൾഡ് സോൾ എന്താണെന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി പരുവപ്പെട്ട് നിങ്ങളിങ്ങനെ എന്താ പറയുക, തെളിഞ്ഞ് വരിക എന്ന് പറയുന്ന രീതിയിലാണ് നിങ്ങളുടെ കാര്യങ്ങൾ. നമ്മൾ ഈ കുപ്പത്തൊട്ടിയിൽ മാണിക്യം കിടക്കുമ്പോൾ ഒന്നും കാണാതെ അതിനകത്ത് ഇങ്ങനെ മൂടി കിടക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പ്രകാശം നിങ്ങളിലേക്ക് പതിയെ തുറന്ന് വരണം എന്നുള്ളതാണ്. കാലപ്പഴക്കം കൂടുന്തോറും വീര്യം കൂടും എന്ന് നമ്മൾ പറയുന്നത് വേറെ ചില സാധനങ്ങളെ പറ്റിയാണെങ്കിലും ഇവിടെ നിങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ആ ഒരു ഏജ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അനുഭവങ്ങൾ കൂടുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ ആ ഒരു വീര്യവും കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെയുള്ള ഏത് സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആഗ്രഹിച്ചൊന്നും കിട്ടിക്കാണില്ല. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന്, നിങ്ങൾ സഹായം ചെയ്ത് കൊടുത്തിരുന്നവരിൽ നിന്ന് പോലും നിങ്ങൾക്കൊരു നിന്ദയും അല്ലെങ്കിൽ എന്താ പറയുക, അപമാനമൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കയ്യെത്തും ദൂരത്ത് നിൽക്കുമ്പോൾ പോലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചതിയേറ്റിട്ടുണ്ടാവും, പുറകിൽ നിന്ന് കുത്തേറ്റിട്ടുണ്ടാവും. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറിൽ അത് മാറും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു, നമ്മുടെ ഇവിടെ ആ ഒരു സ്റ്റാർ കാർഡ് വന്നതുപോലെ നിങ്ങളെല്ലാം ഹീലാവും. നിങ്ങൾക്ക് എന്തും എന്താ പറയുക, ക്ഷമിക്കാനും സഹിക്കാനും അതുപോലെ തന്നെ എല്ലാം ആ ഒരു പ്രായോഗിക ബുദ്ധിയോടുകൂടി നോക്കിക്കാണാനും, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കെട്ടടങ്ങി, അല്ലെങ്കിൽ എന്താ നമ്മൾ പറയാം, നമുക്കിനി എല്ലാം മനസ്സിലായി, നമ്മളിനി കൂടുതലൊന്നും ആരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ളതാണ്. ആ ഒരു സമയത്താണ് നിങ്ങളിലേക്ക് എല്ലാം വന്ന് ചേരുന്നത്. അതൊരു പക്ഷേ ദൈവനിയോഗമായിരിക്കാം. അപ്പോൾ ഇവിടെ ആ ഒരു സ്റ്റാർ കാർഡ് പോലെ തന്നെ നിങ്ങൾ ആ ഒരു എന്താ പറയുക, 10 പേര് അറിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു എല്ലാവർക്കും ഒരു പ്രകാശമായിട്ട് അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഒരു ലൈഫ് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നുള്ളതാണ്. ആ ഒരു ഫ്യൂച്ചറിൽ വന്നിരിക്കുന്നതും അതേപോലെ തന്നെ യൂണിവേഴ്സ് കാർഡുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഇതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ജീവിതം എന്താണെന്നുള്ളത് നിങ്ങളുടെ പ്രായത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതുവഴി നിങ്ങൾക്ക് സാധിച്ചെടുക്കാനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അതായത് ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചതൊന്നും വെറുതെ ആയില്ല, നിങ്ങൾ ഈ കഷ്ടപ്പെട്ടതൊന്നും വെറുതെ ആയില്ല. നിങ്ങൾ കാത്തിരുന്നതിൽ ഒരർത്ഥമുണ്ടായി എന്ന് തോന്നുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ നമ്മളിതിൽ ഒരുപാട് ജീവിതാനുഭവങ്ങൾ, ഒരുപാട് സിറ്റുവേഷൻസ്, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണോ നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്? നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു തടസ്സങ്ങളിൽ എത്തി നിൽക്കുകയാണോ? പ്രസൻറ്റിൽ ഇപ്പോൾ നമുക്കതാണല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ പറയുക, നിങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കേട്ടതിന് ശേഷം വിട്ട് കളയാം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ. അല്ല ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻസ് ആയിട്ട് എഴുതുക. അപ്പോൾ
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മളതിന് യൂണിവേഴ്സിനെയോ അല്ലെങ്കിൽ അതിന് കാരണക്കാരാക്കിയവരെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളെപ്പോഴും മറ്റൊരാളെ ശപിക്കുമ്പോൾ അത് നമുക്ക് തന്നെ ഒരു കത്തെഴുതി നമ്മൾ തന്നെ പോസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന രീതിയിലാക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ അവനവൻ്റെ കർമ്മയ്ക്കുള്ളത് പ്രകൃതി കൊടുത്തോളും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കുള്ള റിസൾട്ട് നാളെ നിങ്ങളുടെ കൈകളിൽ എത്തും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും ഓരോന്ന് അനുഭവിച്ച് കടന്നു വന്നില്ലേ, അപ്പോൾ നിങ്ങൾ അതിൽ പരുവപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള എല്ലാ കോൺട്രാക്റ്റുകളും അംഗീകരിച്ചാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത്. നമ്മൾ ആ സോൾ കോൺട്രാക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിൽ നമ്മളെല്ലാം അവിടെ വാക്ക് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കുമ്പോൾ നമുക്കത് സഫർ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ പരിതപിക്കുന്നു, കരയുന്നു, ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കത് ഓർമ്മയില്ല. നമ്മൾക്ക് ഇപ്പോഴുള്ള കാര്യങ്ങളിൽ ഓർമ്മയുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ദിവസമുണ്ട്, നിങ്ങളുടെ ഒരു നല്ല നാളെ വരാനായിട്ട് പോകുന്നുണ്ട് എന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മളുടെ ലൈഫിൽ നിങ്ങൾ തകർന്നിരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തളർന്നിരുന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഉയർന്നു വരും എന്നുള്ളത് എനിക്കറിയാം. കാരണം അതുപോലെയുള്ള എനർജിയാണ്. അപ്പോൾ അങ്ങനെ തന്നെ വരട്ടെ. ആ ഒരു രീതിയിലേക്ക് തന്നെ നിങ്ങൾ ഫുൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.